നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പാനൂർ ബോംബ് സ്ഫോടനത്തിൽ പങ്കില്ല എന്ന് പറയുമ്പോഴും കൊല്ലപ്പെട്ട ആളിന്റെ സംസ്കാര ചടങ്ങിൽ ഇടത് നേതാക്കളും സജീവമായി. CPM ഏരിയ ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ മരിച്ച ഷെറിന്റെ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തു. സ്ഥലം MLA KP മോഹനനും എത്തി. മോഹനന്റെ 2 തവണയാണ് അന്തിമോപചാരം അർപ്പിക്കാനായി എത്തിയത്. മോഹനന്റെ വീടിന് അടുത്താണ് ഷെറിന്റെ വീട്. അതുകൊണ്ട് തന്നെ ഷെറിന്റെ ബന്ധുക്കളെല്ലാം പരിചയക്കാരാണെന്ന് മോഹനൻ പറയുന്നു. എന്നാൽ ഏരിയ ലോക്കൽ കമ്മിറ്റി നേതാക്കൾ എന്തിനാണ് പോയത് എന്ന് ആർക്കും അറിയില്ല. ഏരിയ കമ്മിറ്റി അംഗം സുധീറും ലോക്കൽ കമ്മിറ്റി അംഗം അശോകനുമാണ് വീട്ടിൽ എത്തിയത്. പാനൂരിൽ ബോംബ് നിർമ്മാണത്തിനിടെയുണ്ടായ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് സമഗ്ര അന്വേഷണം നടത്തണമെന്ന് CPM പാനൂർ ഏരിയ സെക്രട്ടറി KE കുഞ്ഞബ്ദുള്ള അവകാശപ്പെട്ടിരുന്നു. പരിക്കേറ്റ വിനീഷ് CPM പ്രവർത്തകരെ ആക്രമിച്ച കേസിൽ ഉൾപ്പെടെ പ്രതിയാണ്. മരിച്ച ഷെറിനും സമാനമായ കേസിൽ പ്രതിയാണ്. ആ ഘട്ടത്തിൽ തന്നെ ഇവരെ പാർട്ടി തള്ളിപ്പറഞ്ഞതാണ്. നാട്ടിൽ അനാവശ്യമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് പാർട്ടി പരസ്യമായി തള്ളിപ്പറഞ്ഞതെന്നും വിശദീകരിക്കുന്നുണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ ഇവർ CPM പ്രവർത്തകർ എന്ന നിലയിലുള്ള പ്രചാരണം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ളതാണ്. ദൗർഭാഗ്യകരമായ സംഭവമാണ് നടന്നത് എന്ന് DYFI സംസ്ഥാന സെക്രട്ടറി VK സനോജ് പ്രതികരിച്ചിരുന്നു. ഇതിനിടെയാണ് സംസ്കാരത്തിന് പ്രാദേശിക നേതാക്കൾ എത്തിയത്. പാർട്ടി ഗ്രാമത്തിലാണ് സംസ്കാരം നടന്നത്. എന്തായാലും ഷെറിന്റെ വീടിനടുത്താണ് KP മോഹനൻ MLA യുടെ വീട്. 1/2 കിലോമീറ്റർ പോലും ദൂരമില്ല. അതുകൊണ്ട് തന്നെ താൻ പോയതിന് പ്രശ്നമില്ല എന്ന് മോഹനൻ പറയുന്നു. എന്നാൽ 2 വട്ടം മോഹനൻ പോയി. അന്തിമോപചാരം അർപ്പിക്കാനും സംസ്കാര ചടങ്ങിനും ഇതെല്ലാം കോൺഗ്രസ് രാഷ്ട്രീയ ചർച്ചയാക്കി ഉയർത്തുകയാണ്. അതിനിടെ കേസിൽ ഒളിവിലുള്ള പ്രതികളെ കണ്ടെത്താൻ വ്യാപക പരിശോധന നടത്തി പോലീസ് സജീവ അന്വേഷണത്തിലാണ്. അതിനിടെ സ്ഫോടന സ്ഥലത്തുണ്ടായവരുടെ പാർട്ടി ബന്ധം തെളിഞ്ഞു എന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു. TP ചന്ദ്രശേഖരന്റെ ചോര വീണതും വടകര പാർലമെന്റ് മണ്ഡലത്തിലാണ്. അന്ന് മരണശേഷവും TPയെ കുലംകുത്തി എന്നാണ് CPM സംസ്ഥാന സെക്രട്ടറിയായിരുന്ന പിണറായി വിജയൻ വിശേഷിപ്പിച്ചത്. പാനൂർ, കൂത്തുപറമ്പ്, കൊള്ളവല്ലൂർ പ്രദേശങ്ങളിലായി പോലീസ് പരിശോധന നടത്തുകയാണ്. സംഭവ സ്ഥലത്തുണ്ടായിരുന്ന 10 പേരെയും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. സ്ഫോടനം നടന്ന ഉടൻ രക്ഷപ്പെട്ട ഷിജാൻ, അക്ഷയ് എന്നിവർ ഒളിവിലാണ്. ഷിജാലും പരിക്കേറ്റ വിനീഷുമാണ് ബോംബ് നിർമ്മാണത്തിന് നേതൃത്വം നൽകിയത് എന്നാണ് പോലീസ് കരുതുന്നത്.